ഒടുവിൽ അഭയം നൽകിയ ഖത്തറിന്റെ മണ്ണിലേക്കു തന്നെ ആ രക്തസാക്ഷി അന്ത്യവിശ്രമത്തിനായി എത്തുന്നു. തെഹ്റാനിൽ കൊല്ലപ്പെട്ട ഹമാസ് രാഷ്ട്രീയകാര്യ സമിതി തലവൻ ഇസ്മായിൽ ഹനിയയുടെ മയ്യത്ത് വ്യാഴാഴ്ച ദോഹയിലെത്തിക്കുമെന്നാണ് റിപ്പോർട്ട്. മയ്യത്ത് നമസ്കാരവും പൊതുദർശനവും ഉൾപ്പെടെ ഇറാനിൽ ഔദ്യോഗിക ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷമാണ് വ്യാഴാഴ്ച വൈകുന്നേരത്തോടെ മൃതദേഹം ഖത്തറിലെത്തിക്കുന്നത്. തുടർന്ന് വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് ദോഹയിലെ ഇമാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പള്ളിയിൽ മയ്യത്ത് നമസ്കാര ശേഷം ലുസൈലിൽ ഖബറടക്ക നടപടികൾ പൂർത്തിയാക്കും. ഖത്തറിലെ ഏറ്റവും വലിയ പള്ളിയായ ഇമാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് മസ്ജിദിൽ വിവിധ അറബ് നേതാക്കളും പൊതുജനങ്ങളും നമസ്കാരത്തിൽ പങ്കെടുക്കും. 2017 ഹമാസിന്റെ രാഷ്ട്രീയകാര്യ തലവനായി തിരഞ്ഞെടുക്കപ്പെട്ടതിനു പിറകെ ഗസ വിട്ട ഇസ്മായിൽ ഹനിയയുടെ പ്രവർത്തന കേന്ദ്രം ഖത്തറായിരുന്നു. ദോഹയിലിരുന്ന് നയതന്ത്ര രാഷ്ട്രീയ നീക്കങ്ങൾക്ക് ചരടുവലിച്ച അദ്ദേഹം ഇസ്രായേലിന്റെ വധഭീഷണികൾക്കിടയിലും വിദേശ യാത്രകളും കൂടിക്കാഴ്ചകളുമായി സജീവമായിരുന്നു. ഇതിനിടെ തെഹ്റാനിൽ വെച്ചാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത്. ഒടുവിൽ രക്തസാക്ഷിയായി തിരികെ എത്തി അന്ത്യവിശ്രമം കൊള്ളുന്നതും അഭയമായ മണ്ണിൽ തന്നെയാണ്.